കരളലിഞ്ഞു കേൾക്കും കാതുള്ളോൻ. ഈ കൈനടക്കുന്നത് അമേരിക്ക, ആഫ്രിക്ക അല്ല, ഇന്ത്യയിലോ കാനഡയിലോ അല്ല, പിന്നെ ഇവിടെയാണ് ഇസ്രായേലിലെ കാലും തേനും ഒഴുകുന്ന വാഴ്ത്തക്കല്ല. അതായിരുന്നു ദേശം. ഭയപ്പെടേണ്ട, ഒരു മകനെ പ്രസവിക്കാൻ അവൻ യേശു എന്ന് പേരിക്കണം. ഇതാണ് കർത്താവിന്റെ ദാസൻ എന്ന് പറഞ്ഞ അവൾ ദൈവത്തിന്റെ തന്റെ മനസ്സെടുത്തു. മാറിയ ഗർഭിണം അറിഞ്ഞ് യോസേഫോടെ ഉപേക്ഷിക്കാൻ ഒരുങ്ങി. എന്നാൽ ദൂതൻ അവിടെ പോയി ദൂതനാക്കി അന്ന് യോസേഫോടെ വിവാഹം കഴിച്ചു. അക്കാലത്താണ് രാജാവ് ജനസംഖ്യ കണക്കെടുക്കാൻ വെച്ചത്. ആയോണ്ട അയാൾക്ക് അവിടെ പോകേണ്ട കൂടാരം വിട്ടിനാം പ്രദേശവാസികളെ സ്വന്തം വീടുണ്ടക്കരെ നട്ട് അന്ന് പൂർണ്ണ മറയും കൂട്ടി അസഭ്യത്തിലേക്ക് പോവുകയും ചെയ്തു. യാത്ര മധ്യമായേക്ക് പ്രശ്നം തുടങ്ങി. പലരുടെയും അഭിവൃദ്ധി എന്നാൽ ആരോഗ്യ സയൻസിന് ആശ്രയിപ്പാൻ എനിക്കേതുമില്ല. ആശ്വാസം നേടുവാൻ ആരുമില്ല. അവസാനം ആ വേദിക്ക് സുഖവാസം നടന്നു. കുഞ്ഞിനെ കാണാൻ വൃദ്ധന്മാരും ഇടയന്മാരും എത്തി. കുഞ്ഞിനെ കണ്ട അവനെ പാടി, കാലെത്തു എടുത്ത് പിറന്നവനെ, കരുണ നിറഞ്ഞവനെ. പദകളും ഞാൻ അന്മായി ബലപ്പെട്ടു. അത് തീർത്തി വിഷയം എന്ന് പറഞ്ഞു. അന്നമില്ലാത്തവർക്ക് അന്നമാണ്, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രമാണ്, രോഗികൾക്ക് സൗഖ്യദാനായി ഭൂതങ്ങളെ പുറത്താക്കി ജനപ്രിയ